എന്തെങ്കിലും വിശേഷം സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓസ്ട്രേലിയ വർക്കിംഗ് ഹോളിഡേ വിസയെ കുറിച്ചുള്ള വീഡിയോ ചെയ്തു. നമുക്ക് ഏകദേശം 10-25ഓളം ആളുകൾക്ക് വർക്കിംഗ് ഹോളിഡേ വിസയുടെ ബാലറ്റ് ലഭിച്ചു. അതിനകത്ത് ഇപ്പോൾ കുറച്ച് പേർക്ക് വിസ ലഭിച്ചു തുടങ്ങി എന്നുള്ളൊരു സന്തോഷ വാർത്ത ആദ്യം തന്നെ പങ്കുവെക്കട്ടെ. ഇതിന് മുന്നേ തന്നെ പറയുമ്പോൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതും അതേപോലെ ഒരു ലോട്ടറി സ്കീമാണ്. നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം പോലെ തന്നെ ഒരു ലോട്ടറി സ്കീമാണ്. പലവട്ടം ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ ഈ മെയ്റ്റ്സ് വിസയെ കുറിച്ച്. അപ്പോൾ ഈ മെയ്റ്റ്സ് വിസ നമുക്കറിയാം 3000 വിസകളാണ് കൊടുക്കുന്നത് ഒരു ഇയറിലേക്ക്. അപ്പോൾ അതിന്റെ പുതിയ അപ്ഡേറ്റുകളും കുറച്ച് സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ കൊച്ചു സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. സോ നമ്മുടെ മെയ്റ്റ്സ് വിസ അങ്ങനെ കുറച്ച് നാളുകൾ നമ്മളിട്ട് ഗവൺമെന്റ്, ഈ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വലിപ്പിച്ചെങ്കിലും നവംബറിൽ 1 വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെയ്റ്റ്സ് വിസ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞത്. പക്ഷേ നവംബർ 1 മെയ്റ്റ്സ് വിസയും കണ്ടില്ല, ആന കിടന്ന് വെച്ച് മറ്റേ ആട് കിടന്നൊരു പൂട പോലും കിട്ടിയില്ല അതുപോലെ അന്നൊരു അപ്ഡേറ്റും കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം നമുക്ക് ഡിസംബർ 1 മെയ്റ്റ്സ് വിസ ഓപ്പൺ ആവും എന്നുള്ള ചില ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നും അതേപടി ഒരു അപ്ഡേറ്റും ഒരു അനക്കവും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു, അതിന്റെ കറക്റ്റ് ഡേറ്റ് സഹിതം, പ്ലസ് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്. നിങ്ങൾ വർക്കിംഗ് ഹോളിഡേ വിസ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ലിങ്ക് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ ചെറുതായിട്ട് തന്നെ പറഞ്ഞു തരാം. കാരണം അത് ലിങ്ക് ഓപ്പൺ ആകാത്തതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിടാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷേ ഇനീഷ്യൽ സ്റ്റെപ്സ് കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. എല്ലാത്തിനുപരി നമ്മുടെ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെയ്യാനായിട്ട്. അത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആളുകളായി അതിനകത്തുണ്ട്. അതൊരു പക്ഷേ പെയ്ഡ് ആയിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യങ് പ്രൊഫഷണൽ സ്കീമുകളും കാര്യങ്ങളെല്ലാം ഒരുപാട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്, നമ്മൾ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളും അതിന് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ആളുകളും അതിനകത്തുണ്ടാവും. അപ്പോൾ മെയ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി മൊബിലിറ്റി പാത്വേ ആണ് ഫോർ ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിന്. ഒരു നല്ലൊരു പാത്വേ ആണ്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കുകയും അതിന് 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുകയും വേണം. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മെയ്റ്റ്സ് വിസ ഒരു രാജ്യം ഇങ്ങനത്തെ ഒരു സ്കീം കൊടുക്കുന്നില്ല. അതായത് നിങ്ങൾ ഒരു എംപ്ലോയി, നമുക്കറിയാം പലരും യൂറോപ്പിലേക്കും US-ലേക്കും മറ്റ് ഓസ്ട്രേലിയക്കും കാനഡയിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു വിസ സ്കീമുകളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഓപ്പൺ അല്ല. ജർമ്മനി നമുക്കറിയാം ഓപ്പർച്യൂണിറ്റി കാർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഗ്രാജുവേറ്റ്സിനോട് പോയിട്ട് ജോബ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ UK നമുക്കറിയാം യങ് പ്രൊഫഷണൽ സ്കീമിലൊരു ഇതേപോലെ തന്നെ പെർ ഇയറിൽ ഒരു 2000-3000 ആളുകൾ ഇങ്ങോട്ട് UK-ലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓസ്ട്രേലിയ, മറ്റ് രാജ്യങ്ങൾ ഏത് രാജ്യം ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു കാര്യം തന്നെ, ടെമ്പററി മൊബിലിറ്റി പാത്വേ ആണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏർലി കരിയർ പ്രൊഫഷണൽസിനാണ് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, സോ ഇത് 2 ഇയേഴ്സിന്റെ ഒരു വിസ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു മെയ്റ്റ്സ് വിസ കിട്ടി കഴിഞ്ഞാൽ 2 ഇയേഴ്സ് ഓസ്ട്രേലിയയിൽ പോയി നിൽക്കാനും ഇവിടെ ജോലി ചെയ്യാനും പഠിക്കാനും നിങ്ങൾക്ക് വന്നും പോയിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വിസ സ്കീമാണ്. പക്ഷേ യങ് പ്രൊഫഷണൽ സ്കീം പോലെ തന്നെ എല്ലാവർക്കും തന്നെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്ലിക്കേഷൻ ഇട്ടിട്ട് നമുക്ക് കിട്ടില്ല. ഇവിടെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളാണ്, ഏതൊക്കെ പ്രൊഫഷൻ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് എടുത്തവരാണ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയ്ക്കകത്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് ഈ ഒരു ഏതൊക്കെ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഇൻക്ലൂഡ്സ് റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ മൈനിങ്, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ ടെക്നോളജി പഠിച്ചിട്ടുള്ള ഒരുപാട് ഗ്രാജുവേറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ട്. സോ അവർക്കെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് അവർക്കെല്ലാം ഒരു ഗുണകരമാവുന്ന ഒരു സ്കീം തന്നെയാണ്, ലോട്ടറി സ്കീമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഒരു 3000 വിസയ്ക്ക് ഇത്രയധികം കോടിക്കണക്കിന് ഇന്ത്യക്കാർ അപ്ലൈ ചെയ്യും? അത് നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം തുടങ്ങിയപ്പോഴും ഈ ഒരു കഥ തന്നെയായിരുന്നു നമ്മുടെ അടുത്ത് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ എത്ര കിട്ടും? എന്നാൽ ഞാൻ പറയട്ടെ, പെർ ഇയറിൽ UK-ലേക്ക് യങ് പ്രൊഫഷണൽ സ്കീമിൽ ഒരു 100-150ഓളം ആളുകളെ നമ്മുടെ ചാനലിൽ, നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്.
അപ്പോൾ അത് കണ്ടിട്ട് ഓക്കെ നിങ്ങൾ അത് UK നമുക്ക് ഇവിടെ നടക്കൂ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ യെസ്, അതപ്പോൾ നമ്മൾ എടുക്കും വർക്കിംഗ് ഹോളിഡേ വിസയുടെ ചെറിയൊരു ഇത് കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന വർക്കിംഗ് ഹോളിഡേ വിസയുടെ ഒരു അപ്ഡേറ്റ് തരട്ടെ. അതിനകത്ത് 10-25ഓളം ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതായത് ബാലറ്റ് കിട്ടി. $25 ഇട്ടിട്ടാണ്. പലരും $25 വളരെ കൂടുതൽ, നമ്മൾ ആ പരീക്ഷ നടത്തണോ, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പൈസ കൊടുക്കണോ എന്നുള്ളതൊക്കെ ചോദിച്ചവര് അവർ മാറിയിരുന്നവരിരുന്നു. ട്രൈ ചെയ്യുന്നവരിൽ 25 പേർക്ക് കിട്ടി എന്നുള്ള ലോട്ടറിയാണ്. എല്ലാവർക്കും കിട്ടാനാണെങ്കിൽ ലോട്ടറി സ്കീം എന്നുള്ള പേര് വേണ്ടല്ലോ, എല്ലാവർക്കും വേണം കയറി വാ മക്കളെ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇത് ലോട്ടറി സ്കീമാണ് ഒന്നാമത്തെ കേസ് പറയട്ടെ. അപ്പോൾ ഇതിനകത്ത് $25 ഇട്ടവർക്ക് ഒരു 10-25 പേർക്ക് കിട്ടി. അതിനകത്ത് ഇപ്പോൾ വിസ അടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് അറിയാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെയാണ് ഈ മെയ്ഡ്സും ലോട്ടറി സ്കീമാണ്. ഒരാളെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു നല്ല കഴിവുള്ളതും ബുദ്ധിയുള്ളതും ഇതിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ അപ്ലൈ ചെയ്തോളും, അവർ ട്രൈ ചെയ്തോളും. അങ്ങനെ 25 പേരെങ്കിൽ 25 പേർക്ക് ഇതിനകത്തുനിന്ന് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ്, അതൊരു വലിയൊരു വിജയം തന്നെയാണ് നമ്മുടെ മെയ്ഡ്സിൽ. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3000 വിസകളാണ്. സബ് ക്ലാസ് 403 ആണ് മെയ്ഡ്സ് എന്നുള്ള സ്ട്രീമിനെ നമുക്ക് പറയുന്നത്. ഇന്ത്യൻ നാഷണൽസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രീ ബാലറ്റ് സെലക്ഷൻ ആണ്. 2 രീതിയിലാണ് ഈ ബാലറ്റ് സെലക്ട് ചെയ്യുന്നത്. ഒന്ന് മെയ്ഡ്സിന്റെ പ്രീ ബാലറ്റും പ്രീ അപ്ലിക്കേഷൻ ബാലറ്റും, പിന്നെ മെയ്ഡ്സിന്റെ വിസ അപ്ലിക്കേഷനും. അത് രണ്ടിനും ഒറ്റ പ്ലാറ്റ്ഫോം. അതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്കുകളെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വരും. അപ്പോൾ സോ അതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇത് ഓപ്പൺ ആവുന്ന ഡേറ്റ് ഡിസംബർ 9 നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം UK പോലെ ഒരു 48 ഹവേഴ്സിന് വേണ്ടിയിട്ടല്ല ഇത് ഓപ്പൺ ആകുന്നത്. അതായത് ഹവേഴ്സിന് വേണ്ടിയിട്ടല്ല, ഇത് ഒരു മാസം തന്നെ ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. അത് ഡിസംബർ 9 ഓപ്പൺ ആയി കഴിഞ്ഞാൽ ജനുവരി 7 ഇത് ക്ലോസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ സമയമുണ്ട്. സമയമെടുത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കും ഒരു പക്ഷേ റിസൾട്ട് വരെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇടയിലുള്ള ബാലറ്റുകൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും അതിനകത്ത് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് എന്താണ് ഡിസംബർ 9 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബാലറ്റുകൾ ഓപ്പൺ ആവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രീ അപ്ലിക്കേഷൻ ബാലറ്റിലേക്ക് നോക്കാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഇപ്പൊ ബാലറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട് വെൻ രജിസ്ട്രേഷൻ ഓപ്പൺ എന്നുള്ള രീതിയിൽ. അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ അതിനകത്തൊരു ബ്ലൂ കളറിൽ പെൻഡിങ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഇനി ആക്റ്റീവ് ആവും. ഓക്കെ, ഇത് ആക്റ്റീവ് ആവും, ഗ്രീൻ കളർ ആവും. അപ്പൊ ഇത് 9 ഇത് ഗ്രീൻ കളറിലാവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കയറി ഇതിന് അപ്ലിക്കേഷൻ ഇടാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ക്ലോസ്ഡ് എന്ന് വരും. അത് നിങ്ങൾക്ക് ഈ ബാലറ്റ് പീരീഡ് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് ഇത് റെഡ് കളറിൽ വരും. പിന്നെ എക്സ്പയർഡ് എന്നുള്ള രീതിയിലും കാര്യം വരും കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ല 7 അതായത് ജനുവരി 7 ഇത് ക്ലോസ് ആവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ പീരീഡ്, അതായത് ഇതിനും ടൈം ഉണ്ട്. നമ്മുടെ UK ഗവൺമെന്റിനെ പോലെ ഇതിനെ എപ്പോൾ ഇട്ട് ഇനി എപ്പോൾ വരും, 2 ആഴ്ച കഴിഞ്ഞ് വരും, 3 ആഴ്ച കഴിഞ്ഞ് വരും എന്നുള്ള ഒരു സമയമോ ഇല്ലെങ്കിൽ അവിടെ ഒന്നും UK ഗവൺമെന്റ് കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് കൊടുക്കും. കാരണം വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8, അതായത് 7 ഇത് ക്ലോസ് ആവും, 8 സെലക്ഷൻ ഓപ്പണിംഗ് ഡേറ്റ് ആവും. അന്ന് തൊട്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നു തുടങ്ങും. അത് 30/5/2025 വരെ. അതായത് ക്ലോസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30/5/2025 ഏകദേശം 5ഓളം മാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ഇതിന്റെ സെലക്ഷൻ. അപ്പൊ എപ്പോ വരുമെന്ന് ഇന്ന് വന്നില്ലെങ്കിൽ വന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. സമയമെടുത്താണ് നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം, വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ബാലറ്റ് എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മുന്നേ പറഞ്ഞ കോഴ്സുകൾ സ്ട്രീമിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്താണ് ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ബാലറ്റ് ഓപ്പൺ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ബാലറ്റ് ഇടുക എന്നുള്ള ചോദ്യത്തിന് ക്രിയേറ്റ് ആൻഡ് ഇമി അക്കൗണ്ട്, അതായത് ഇവിടുത്തെ ഇമിഗ്രേഷൻ അക്കൗണ്ട് ഒരു ഓൺലൈൻ ലിങ്ക് ആണ്. ആ ലിങ്ക് ഞാൻ നിങ്ങളിപ്പോൾ തന്നിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെ അതിനകത്ത് കാണും ഇമി അക്കൗണ്ട് ലിങ്ക്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ വളരെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പാസ്പോർട്ടും മറ്റു വിവരങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഹോൾഡ് എ വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട്. നിങ്ങൾ കയ്യിലൊരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഹോൾഡ് എ വാലിഡ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ, അതായത് പാൻ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ്. പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതിന്റെ നമ്പർ ഒരു പക്ഷേ ചോദിക്കും. പിന്നെ നിങ്ങൾ ഏജ് 18 തൊട്ട് 30 വയസ്സ് പ്രായമായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ അതിന് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ബാലറ്റ് രജിസ്ട്രേഷൻ ഓപ്പൺ പീരീഡ് ഫോർ ദ പ്രോസസ്, അതായത് ആ ഒരു സമയം ഓപ്പൺ ആവുന്ന നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏജിനകത്തായിരിക്കണം എന്നുള്ളതാണ്. നോട്ട് ഓൾറെഡി ബി രജിസ്റ്റേർഡ് ഇൻ മെയ്ഡ് ബാലറ്റ് എന്നുള്ളത് പറയാം. അതായത് നമുക്ക് ഇന്ത്യക്കാർക്ക് ആദ്യമായിട്ട് ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നൊന്നും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. സോ ഗൈസ്, അതിനകത്ത് നിങ്ങൾ പേടിക്കേ വേണ്ട.
പിന്നെ എഗ്രി ടു രജിസ്ട്രേഷൻ ഫോം ഡിക്ലറേഷൻ, അതായത് ഡിക്ലറേഷൻ ഫോം കൊടുക്കുക, പേ ദ ബാലറ്റ് രജിസ്ട്രേഷൻ. വളരെ സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇമി അക്കൗണ്ടിൽ കയറി നിങ്ങളുടെ സകല ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ ചോദിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലാംഗ്വേജിന്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിയുക. ഇതിനകത്ത് ലാംഗ്വേജ് വേണം. തീർച്ചയായിട്ടും നിങ്ങളെ മുന്നേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലാംഗ്വേജ് എടുത്ത് റെഡി ആയിരിക്കുക. IELTS എടുത്ത് റെഡി ആയിരിക്കുക. IELTS എടുക്കാത്തവർക്ക് ഇപ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. പക്ഷെ ഇപ്രാവശ്യം IELTS എടുത്തിട്ടുള്ളവർക്ക് ലോട്ടറി ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം തിക്കും തിരക്കൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ബാലറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടും. കാരണം IELTS എടുക്കേണ്ട പേടി കൊണ്ട് പലരും ഇത് ട്രൈ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ യെസ്, അവർക്ക് ചിലപ്പോൾ പോസിബിലിറ്റീസ് ആണ്. ഞാൻ പറയാം, 130 കോടി ജനങ്ങൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ IELTS എടുക്കാൻ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തുണ്ടാവും. ഇനി കിട്ടിയില്ലെങ്കിലോ $25 കൊടുക്കണം, 10-30,000 കൊടുത്തിട്ട് IELTS എടുക്കുകയും വേണം എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. പിന്നെ പലരും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വർക്കിംഗ് ഹോളിഡേ വിസ അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മെയ്ഡ്സിന്റെ ഇമി അക്കൗണ്ടിൽ കയറി അതിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് മുന്നേ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവർ ലാംഗ്വേജ് വേണമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ വെച്ച് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വെച്ച് അത് കവർ അപ്പ് ചെയ്യാൻ പറ്റിയാൽ ലക്കായിരിക്കും. അതെന്തായാലും അത് തുറക്കുമ്പോഴേ അറിയുള്ളൂ, കയറി നോക്കിയാലേ അറിയുള്ളൂ. വെയിറ്റ് ചെയ്യുക ഡിസംബർ 9 വേണ്ടിയിട്ട്. ഓക്കെ, സോ ബാലറ്റ് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാലറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. അതായത് ഈ ടൈം കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആയോ കാര്യങ്ങൾ അറിയും. ഇതായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റിനകത്ത് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്, ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ, ഇതിനകത്ത് ബാലറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മൈ അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ പോകും. ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വിസ പ്രീ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുക്കുക. അതിനകത്ത് രജിസ്ട്രേഷൻ മൊബിലിറ്റി എഗ്രിമെന്റ് ഫോർ ടാലന്റ് ഏർലി പ്രൊഫഷണൽ സ്കീം എന്നുള്ള രീതിയിൽ കൊടുക്കുക. പിന്നെ നോർമൽ നിങ്ങളുടെ യുവർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, അതുപോലെ പെർമനന്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് കൊടുക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ആഫ്റ്റർ യുവർ രജിസ്ട്രേഷൻ പരിപാടികൾ അവിടെ കഴിഞ്ഞു. സ്റ്റെപ്പ് 3 പോകുന്നത്. പിന്നെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ അത് സെലക്ട് ആവണം. സെലക്ട് ആയ ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യും. ആ സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങൾ ഉണ്ടായേക്കാം. കാരണം നമ്മൾ അതിൻ്റെ ഇമി അക്കൗണ്ട് ഓപ്പൺ ആവുന്നതിന് മുമ്പാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ നിന്ന് വായിച്ച് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മെയ്റ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ടാവും. 1, 2 അതിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാനായിട്ട് നമ്മുടെ മേഘ അതിനകത്ത് ഉണ്ടാവും. സോ അതുകൊണ്ട് ഗൈസ് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഫുൾ ടൈം അതിനകത്ത് ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഇതെല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടാവും തോന്നില്ല. എങ്കിലും ഗൈസ് മെയ്റ്റ്സ് ഓപ്പൺ ആയി ട്രൈ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. ബൈ.